അപ്പം നമ്മൾ യൂണിക്യാമിൻ്റെ വൈഫൈ ക്യാമറ എങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. അതിനായിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് കെയർ ക്യാം പ്രോ എന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മൾ ജസ്റ്റ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു കെയർ ക്യാം പ്രോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ മുകളിലായിട്ട് വൈഫൈ ഓപ്പൺ ആക്കുക. വൈഫൈ ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ ഈ ഒരു ക്യാമറൻ്റെ വൈഫൈ ഉണ്ടാവും, അതായത് കെയർ APC പറഞ്ഞൊരു ആപ്പ് വൈഫൈ കണക്ഷൻ ഉണ്ടാവും. ആ ഒരു കണക്ഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ കണക്ട് ആക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മളെ ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് പോയിട്ട് മുകളിലായിട്ട് വലതുഭാഗത്തായിട്ട് കാണുന്ന ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം അടിയിലായിട്ട് കാണുന്ന AP മോഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. താഴെയായി കാണുന്ന കണക്റ്റഡ് ഡിവൈസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളെ ലൊക്കേഷൻ ഒന്ന് ഓൺ ആക്കാൻ പറയും. അപ്പം നമ്മൾ ജസ്റ്റ് ഓക്കെ അടിച്ചിട്ട് ലൊക്കേഷൻ ഒന്ന് ഓൺ ആക്കുക. അതിനുശേഷം ബാക്കിലേക്ക് തന്നെ പോവുക. ജസ്റ്റ് ബാക്കിലേക്ക് ഒന്നുകൂടി പോവുക. ബാക്കിലോട്ട് പോകുമ്പോൾ തന്നെ നമ്മളെ ക്യാമറ അവിടെ ഓപ്പൺ ആയിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് ആ ഒരു വീഡിയോ ഓപ്പൺ ആക്കുക. വീഡിയോ ഓപ്പൺ ആക്കുമ്പം കുറച്ച് ടൈം എടുത്തിട്ട് നമ്മുടെ വീഡിയോ ജസ്റ്റ് ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ ദാ നമ്മുടെ ക്യാമറ ലോക്കൽ വൈഫൈയിൽ നമ്മളെ ക്യാമറ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം ക്യാമറ അതാ ജസ്റ്റ് നമ്മൾ റൊട്ടേറ്റ് ഒക്കെ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ജസ്റ്റ് 15 മീറ്ററിൻ്റെ ഉള്ളിലൊക്കെയാണ് നമുക്ക് ഈ ഒരു ലോക്കൽ വൈഫൈയിൽ കിട്ടുക. ഇതിപ്പോൾ ഈ ഒരു ക്യാമറൻ്റെ ലോക്കൽ വൈഫൈയിലാണ് നമുക്ക് ഈ ഒരു കണക്ഷൻ കിട്ടിയിട്ടുള്ളത്. ലോങ് എന്നൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു ക്യാമറനെ ജസ്റ്റ് ബാക്ക് അടിക്കുക. എന്നിട്ട് കോൺഫിഗർ വൈഫൈ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് നമ്മളെ വൈഫൈ കണക്ഷൻ അവിടെ വരും. അപ്പോൾ നമ്മൾ വൈഫൈ കണക്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം നമ്മളെ പാസ്വേഡ്, ആ ഒരു പാസ്വേഡ് നമ്മൾ ജസ്റ്റ് അവിടെ അടിച്ചു കൊടുക്കുക. അങ്ങനെ പാസ്വേഡൊക്കെ ഡൺ അടിച്ചിട്ടതിന് ശേഷം താഴെയായിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിൽ സെലക്ട് ചെയ്യുമ്പം നമ്മുടെ ഈ ഒരു ക്യാമറ ആയിട്ട് ലിങ്ക് ആവുന്നതാണ്. നമ്മൾ വൈഫൈയും ക്യാമറയായിട്ട് ലിങ്ക് ആവുന്നതാണ്. അതിന് കുറച്ച് സമയം നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ക്യാമറ ഓട്ടോമാറ്റിക്കലി ഒരു സൗണ്ട് ഉണ്ടാവും. കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ടൊക്കെ ക്യാമറ കാണിക്കും. അപ്പോൾ അതുവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മളെ ക്യാമറ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കണക്റ്റ് ആയതിനു ശേഷം ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്ക് എവിടെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഷോപ്പാണോ ഹൗസ് കീപ്പിംഗ് ആണോ പെറ്റ്സ് ആണോ, അങ്ങനെ സെലക്ട് ചെയ്ത് നമ്മൾ ഷോപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെയായിട്ട് ടൈമും ആണെങ്കിൽ ടൈമും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഏതാണോ നിങ്ങളുടെ ടൈമിൻ്റെ ലൊക്കേഷൻ എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെയായി കാണുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇതായാലും മോശനാക്കാനൊക്കെ ഉണ്ടാവും. അപ്പം ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ക്യാമറയിലേക്ക് തന്നെ വന്നാൽ നമ്മളിതാ ക്യാമറ ഇപ്പോൾ വൈഫൈയിൽ കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വൈഫൈയിലാണ് ഈ ഒരു ക്യാമറ കണക്റ്റ് ആയിട്ടുള്ളത്. ജസ്റ്റ് നമ്മൾ റൊട്ടേറ്റ് ഒക്കെ ചെയ്ത് നോക്കുക. നമുക്കിതൊരു കളറിലും കാണാൻ കഴിയും. അതിനായിട്ട് നമ്മളിതാ അവിടെ താഴെയായിട്ട് കാണുന്ന LED ലൈറ്റ് ഓൺ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓക്കെ അടിച്ചാൽ നമുക്കിതാ കളർ വ്യൂവിലായിട്ട് നമുക്ക് ഈ ക്യാമറ കാണാൻ സാധിക്കും. നൈറ്റിൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടും കളറായിട്ടും നമുക്ക് ഈ ഒരു ക്യാമറ കാണാൻ സാധിക്കും. അതിനായിട്ട് നമുക്കിതിൽ ഓപ്ഷൻ ഉണ്ട്. കളർഫുൾ ആക്കണേ കളർഫുൾ ആക്കാം. അത് നമുക്ക് ഈ ഒരു ഫോണിൽ തന്നെ നമുക്ക് കളർഫുൾ ആക്കാം. അതിനുശേഷം നമുക്ക് ജസ്റ്റ് നമ്മളെ ഇൻ്റർനെറ്റിൽ നമ്മളെ ലോക്കൽ നെറ്റിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ജിയോ സിമ്മിൻ്റെ നെറ്റിലാണ് നമ്മൾക്ക് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ ഇതാ കുറച്ച് ടൈം എടുക്കും. അങ്ങനെ അതിനുശേഷം നമ്മൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. അപ്പം എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി.